അലാവുദ്ദീന്റെ അത്ഭുത വിളക്കിനെ കുറിച്ച് കേൾക്കാത്തവർ ചുരുക്കമാണ്. ഇനി കാണണമെന്നുണ്ടെങ്കിൽ കോഴിക്കോട്ടേക്ക് വന്നാൽ മതി. അത്ഭുത വിളക്ക് മാത്രമല്ല, ഹെർമിസ് ദേവന്റെ അതിശയ വിളക്കും ഇവിടെയുണ്ട്. അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക്, ഹെർമിസ് ദേവന്റെ വിളക്ക്, 10 തലയുള്ള രാവണൻ വിളക്ക്, ഗജലക്ഷ്മി വിളക്ക്, കവരവിളക്ക്, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത വിളക്കുകളാണ് ദീപാഞ്ജലിയിൽ ദീപങ്ങൾ ചൊരിയുന്നത്. മുൻ ലൈറ്റ് ഹൗസ് എഞ്ചിനീയറായ ICR പ്രസാദ് തന്റെ 36 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ വാങ്ങിക്കൂട്ടിയവയാണ് ഇവയൊക്കെയും. ജോലി മാറ്റം ലഭിച്ച് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവിടുത്തെ പ്രത്യേകതയുള്ള വിളക്കുകളാണ് ആദ്യം തിരയുക. കേരളത്തിൽ നിന്ന് മാത്രമല്ല, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും മിനിക്കോയ്, ലക്ഷദ്വീപുകളിൽ നിന്നും വിളക്കുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്നും സ്വന്തമാക്കിയവയും നിരവധി. സത്യത്തിൽ ഇത് പ്രണയമായിട്ടല്ല തുടങ്ങിയത്, ഒരു ജോലിയുടെ ഭാഗമായിട്ടാണ്. കാരണം ഞാൻ ലൈറ്റ് ഹൗസിൽ എഞ്ചിനീയർ ആയിരുന്നു. ലൈറ്റ് ഹൗസിന്റെ ഹൃദയം എന്ന് പറയുന്നത് വിളക്കല്ലേ. ആ വിളക്കുകളെ പറ്റി അന്വേഷിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. പിന്നെ അങ്ങനെയാണ് ഈ കുറേ വിളക്കുകൾ കളക്ട് ചെയ്യുന്നത്. വിളക്കുകൾ തേടിയുള്ള യാത്രയിലായിരുന്നു. പക്ഷേ ചില സന്ദർഭങ്ങളിൽ, ചില ഘട്ടങ്ങളിൽ വിളക്കുകൾ എന്നെ തേടി വരുന്ന പോലെ തോന്നിയിട്ടുണ്ട്. കാരണം അങ്ങനെയാണ് ചില വിളക്കുകൾ എൻ്റെ കയ്യിലെത്തുന്നത്. ഇപ്പോൾ രാവണ വിളക്കിനെ പറ്റി ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യത്തെ ആ ഒരു വിളക്കിനെ പറ്റി ഞാൻ അന്വേഷിച്ചിട്ടുമില്ല. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അത് മധ്യപ്രദേശിൽ നിന്ന് ഡൽഹി കൂടെ വഴി എൻ്റെ അടുത്ത് എത്തിയതാണ്. അപ്പം അങ്ങനെ ചിലപ്പം വിളക്കുകൾ എന്നെ തേടി എത്താറുമുണ്ട്. വിളക്കുകൾ വാങ്ങിക്കൂട്ടുക മാത്രമല്ല, അവയിൽ ഗവേഷണം നടത്തുകയുമാണ് ഈ മുൻ ഉദ്യോഗസ്ഥൻ. ഹിസ്റ്റോറിക്കൽ ലൈറ്റ് സീരീസിൽ 12 പുസ്തകങ്ങളാണ് ഇതിനകം പ്രസിദ്ധീകരിച്ചത്. 17-ാം നൂറ്റാണ്ടു മുതലുള്ള പഴക്കവും പ്രൗഢിയുമുള്ള വിളക്കുകൾ സൂക്ഷിക്കാൻ പുതിയ ഇടം തേടുകയാണ്. 2000 ചതുരശ്ര അടിയെങ്കിലും വിസ്തീർണമുള്ള കെട്ടിടം വേണം. വിനോദസഞ്ചാര വകുപ്പിന്റെ സഹകരണം വേണ്ടത്ര ലഭിക്കുന്നില്ല എന്ന പരാതിയും ഇദ്ദേഹത്തിനുണ്ട്. ഇനിയും വിളക്കുകൾ തേടണം. അതൊക്കെ പുതുതലമുറയ്ക്കായി സൂക്ഷിച്ചു വെക്കണം. അത്ഭുത വിളക്കുകളുടെ കാവൽക്കാരന് അതുമാത്രമാണ് ആഗ്രഹം. കഥകളേറെ പറയാനുള്ള വിസ്മയ വിളക്കുകളുടെ കലവറ തന്നെയാണിത്. കണ്ണഞ്ചിപ്പിക്കുന്ന മായിക ലോകം. ക്യാമറമാൻ ശശികുമാർ പടന്നക്കാടിനോടൊപ്പം ദിസ്ന സുരേഷ്, ജനം, കോഴിക്കോട്.